നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കോർട്ടിൽ നിന്ന് നിധി സുധീഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കോഫി പാർലറിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കോഫി പപ്സും ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്തെല്ലാം സുധീഷിന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയില്ല. പക്ഷേ നിധി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കോഫിയും പപ്സും ഒക്കെ വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കഴിക്കുവാണ്. ആ സമയം നിധി പറഞ്ഞു, ഓ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വലിയ പ്രശ്നമാവും, അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അപ്പം നമ്മൾ അതിനകത്ത് കയറുന്ന ഉരുകുന്നൊക്കെയാ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എത്ര ഈസി ആയിട്ടാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അത് ശരിയാ, ഈ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കോർട്ടിൻ്റെ അവിടെ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേനും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നാ എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര വിഷമമായിപ്പോയി. സുധീഷ് പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ ചുണ്ടിൻ്റെ സൈഡിൽ കുറച്ച് പപ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നിധി കണ്ടു. നിധി പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ ഇരുന്നൊരു ടിഷ്യൂ എടുത്ത് ദേ ഇവിടെ പപ്സ് ഇരിക്കണമെന്ന് പറഞ്ഞോട് അവിടെ നിന്ന് ഞങ്ങൾ തൂത്ത് കളഞ്ഞു. അപ്പോഴേക്കും നിധിയെ ഇങ്ങനെ ഒരു നിമിഷം സുധീഷ് ഇങ്ങനെ നോക്കി. പിന്നീട് സുധീഷ് എന്ത് ചെയ്തു, നിധിയുടെ കണ്ണൊന്ന് തെറ്റുന്ന സമയത്ത് ഇത്തിരി പപ്സ് എടുത്ത മുഖത്തേക്ക് തേച്ചു വെച്ചു. അതിനുശേഷം ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ നിധി നോക്കി. നിധിയുടെ നോട്ടം കണ്ടിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇനിയും മുഖത്ത് പപ്സ് വല്ലതും പറ്റിപ്പിടിപ്പിച്ച് ഇരിപ്പുണ്ടോ? എങ്കിൽ ഇന്നാ ടിഷ്യൂ ഇത് വെച്ച് തൂത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ കൈയുണ്ടല്ലോ, കൈ എത്തുകയും ചെയ്യുമല്ലോ, സ്വന്തമായിട്ട് അങ്ങോട്ട് തൂത്തോളാൻ പറഞ്ഞു. ശരിക്കും സുധീഷ് ഒന്ന് ചമ്മി. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സുധീഷ് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇതേ ഡിവോഴ്സ് കേസിന് വന്നിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് ഈ ചായ കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, ഓ അതിനകത്തിപ്പോൾ എന്താ ഇത്ര പുത്തിരി ഇരിക്കുന്നത്, രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, എന്നാലും കുറച്ച് കഷ്ടം തന്നെ. ഈ ലോകത്തിലുള്ള എല്ലാവരും ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചോ? അവിടെ ചെന്നപ്പോൾ എത്രമാത്രം ആൾക്കാരാ. ഈ ആൾക്കാരൊക്കെ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അവർക്ക് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ? ഈ ഡിവോഴ്സിൻ്റെ ആവശ്യമുണ്ടോ? നിധി പറഞ്ഞു, അതെ ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ജീവിക്കാനായിട്ടായിരിക്കും അവരങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സുധീഷിനാണെങ്കിൽ വല്ലാത്തൊരു വിഷമം. നിധി എന്നിട്ടും പിടിതരുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതെ നമ്മൾ ഓരോരുത്തരെ തനിച്ച് കൗൺസിലിംഗ് നടത്തിയായിരുന്നില്ല ആ മാഡം. ആ സമയത്ത് എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് കുറേ വർഷങ്ങൾ ജീവിക്കണം എന്നാ, ഒത്തുപോകാൻ പറ്റുമെങ്കിൽ ഒത്തുപോകണമെന്നാ പറഞ്ഞേ. എനിക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, സമ്മതമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞു. വെറുതെ എന്തിനാ ഞാൻ സുധീഷിൻ്റെ ജീവിതം കൂടെ തകർക്കുന്നേ? ഇനിയിപ്പം സുധീഷിന് ഇനിയിപ്പോൾ കല്യാണം നടക്കുവാണെങ്കിലും 2ാം വിവാഹം എന്നല്ലേ അറിയപ്പെടുന്നേ. അതെ അതാ ഒരു പ്രശ്നം. അതിൻ്റെ ആവശ്യമുണ്ടോ നിധിന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, സാരമില്ല സുധീഷേ, ഞാൻ കാരണം ഇനിയിപ്പോൾ സുധീഷിൻ്റെ ജീവിതം തകർക്കുന്നില്ല, വെറുതെ എന്തിനാ സുധീഷിൻ്റെ ജീവിതം തകർക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? സുധീഷിന് നല്ലൊരു ഭാവിയുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരു രീതിയിലും നിധി പിടികൊടുക്കാതെ കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് നല്ല വിഷമമുണ്ട്. സുധീഷ് പറഞ്ഞു, അല്ല ഇനിയിപ്പം നമ്മൾ ഇനിയും വിളിപ്പിക്കുമ്പോൾ വരുവൊക്കെ ചെയ്യണ്ടേ? അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്ത് ബുദ്ധിമുട്ട്? വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ എങ്ങനെ അങ്ങോട്ട് പോവും? 5-6 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് ആവും, പിന്നെ സുധീഷിന് സന്തോഷമാകത്തില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് പോവുകയാണ്. നിധി വീട്ടിലേക്ക് പോയി. സുധീഷ് ഇച്ചിരി കഴിഞ്ഞിട്ടോ വരുന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു. അങ്ങനെ ടൗണിലിരിക്കുന്ന സമയത്താണ് നിധിയുടെ സുധീഷിൻ്റെ കല്യാണം നടത്തി കൊടുത്ത് പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാത്തിനും സുധീഷിനെ ഹെൽപ്പ് ചെയ്ത അയാളാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സാർ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ തിരക്കുവാണ്. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ട് ചായക്കടയിലേക്ക് വന്നു. പിന്നെ ഭാര്യ എന്ത് പറയണു, സുഖമായിട്ടിരിക്കണമെന്നൊക്കെ ചോദിച്ചു. എൻ്റെ സാറേ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താടോ എന്തു പറ്റി? ഇപ്പം ഡിവോഴ്സിന് പോയിരിക്കുക. ഡിവോഴ്സോ? എന്തിന്? എൻ്റെ സാറേ അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാ, ഒന്നും പറയണ്ട. ഇതിനിടയ്ക്ക് നിധിയുടെ വീട്ടിൽ നിന്ന് നിധിയുടെ അച്ഛനും സഹോദരനും ഒക്കെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് വലിയ വഴക്കും പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ. അതേന്നേ, എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ കൊണ്ടുപോയതാ സാറേ. ഒരു ബാഗിനകത്ത് കുറച്ച് പണം തന്നിട്ടൊരു സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കാനൊക്കെ പറഞ്ഞു. പോകുന്ന വഴിക്ക് നിധിയുടെ അച്ഛൻ്റെ ആൾക്കാർ തന്നെ ആ പണം തട്ടിയെടുത്തു. എന്നെ കുറ്റക്കാരനാക്കാനായിട്ടായിരുന്നു ഞങ്ങളുടെ ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർക്കടുത്ത് നിധിയുമായിട്ട് എങ്ങനെയാലും ഞാൻ പിരിയണം എന്നുള്ളതായിരുന്നു.
അല്ല അത് പരാജയപ്പെട്ടു പോയിട്ട് എങ്ങനെയായി? ശരിക്കും പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റായിരുന്നു സുധീഷേ. പിന്നെ ഞാനതിന് മുതിർന്നില്ല. ഒന്നുമില്ലല്ലോ എൻ്റെ അമ്മായച്ചനല്ലേ, നിധിയുടെ അച്ഛനൊക്കെ അല്ലേ എന്നോർത്ത് ഞാനങ്ങ് ക്ഷമിച്ചു വിട്ടു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ സുധീഷേ? സുധീഷ് എന്തിനാ അങ്ങനെ ക്ഷമിക്കാൻ പോയത്? അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. അവന്മാരെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് 4 ഇടി കൊടുക്കാറുന്നല്ലോ എന്ന് പറഞ്ഞു. അത് പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീതിക്കാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്നാ. അതെന്ത് പറ്റി? നീ അവളെ ശരിക്കും നോക്കുന്നൊന്നുമില്ലേ? എന്തേലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നും ഇല്ല. അല്ല, നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ചേട്ടനാണെങ്കിലും അനുജന്മാർക്കാണെങ്കിലും നിധി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. എൻ്റെ അനുജനാണെങ്കിൽ നിധി അടുത്തുനിന്ന് മുഴുവൻ വിളിക്കത്തില്ല. എടാ പിന്നെന്താ കാര്യം? അതെ, അവളുടെ വീട്ടുകാരെല്ലാം അവിടെ ഫോഴ്സ് ചെയ്തിട്ടാന്ന് തോന്നേ അവൾക്കിപ്പം എന്നെ വേണ്ട പോലും. ഡിവോഴ്സ് വേണമെന്ന്. എൻ്റെ പൊന്നു സാറേ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. അവളോട് എങ്ങനെയല്ലോ ഒന്ന് പറയണം. ഞാൻ എന്ത് ചെയ്യാനാ സാർ? അവളോടൊന്ന് സംസാരിക്കും സാറേ. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല സാറേ. സാറതിന് എൻ്റെ അവസാന പ്രതീക്ഷ. ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന സാറല്ലേ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളനുസരിക്കും. ഈ ഡിവോഴ്സും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കല്യാണം നടത്തി തന്നതല്ലേ. അപ്പോൾ പിന്നെ സാർ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരമൊക്കെ എന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷിക്കാൻ നോക്ക്. ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കാമെന്നൊക്കെ പോലീസുകാരന് ഉറപ്പ് കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് സുധീഷിനൊരു സമാധാനമാകുന്നത്. ഈ സമയത്ത് ഹരീഷിന് നല്ല ടെൻഷനാണ്. നീതുവായിട്ട് വഴക്കുണ്ടാക്കി. നീതുവാണ് ഇതുവരെയും വിളിച്ചിട്ടുമില്ല, പിന്നെ വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഹരീഷ് പുറത്തേക്ക് നോക്കും. ആരുടെയും ശബ്ദം കേട്ടിഞ്ഞപ്പം പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടിയപ്പോൾ നീതുവാണോന്ന് ചന്തുവിന് അത് മനസ്സിലാവുകയും ചെയ്തു. ചന്തു ചോദിച്ചു, എന്താ ഹരീഷേട്ടാ? ഹരീഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ പുറത്തേക്ക് നോക്കണേ? അല്ല, ഞാൻ ഓർത്തോണ്ടിരുന്നേ അതെ സുധീഷേൻ്റെ സംസാരം പോലെ ഉണ്ട്. അത് സുധീഷേട്ടനൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് ഹരീഷേട്ടാ, എനിക്കറിയാം ഹരീഷേട്ടൻ എന്താ പറ്റിയെന്ന്. നീതു ചേച്ചിയായിട്ട് പിണങ്ങിയതിന് ശേഷം ഹരീഷേട്ടന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തിനാ വെറുതെ പിണക്കും വഴക്കൊക്കെ എൻ്റെ ആവശ്യമുണ്ടോ? നീതു ചേച്ചിനൊന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ. പിന്നെ ഞാനെന്തിനാ അവളെ വിളിക്കണം? എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെ ഹരീഷേട്ടാ, വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ചേച്ചി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. ഹരീഷേട്ടൻ വെറുതെ കുറേ ചീത്ത പറഞ്ഞു വിട്ടുകൊണ്ടല്ല ചേച്ചി ഇങ്ങോട്ടേക്ക് വരാത്തെ. അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഒടുവിൽ ഹരീഷ് എന്ത് ചെയ്തു? ഫോൺ എടുത്തു. ഒരു മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഫോൺ എടുത്തു. വാട്സപ്പിലേക്ക് കയറി. ആ സമയത്ത് നീതുവിനും വല്ലാത്തൊരു സങ്കടമാണ്. ഇതുവരെയായിട്ടും ഹരീഷ് തന്നെ ഒന്ന് വിളിക്കുമോ ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കായിരുന്നു. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നീതുവിൻ്റെ മനസ്സിലും. അപ്പോഴേക്കുമാണ് ഹരീഷിൻ്റെ ഫോണിൽ നിന്ന് ഹായ് എന്നൊരു മെസ്സേജ് വരുന്നത്. നീതുവിന് ഭയങ്കര സന്തോഷമായി. മെസ്സേജ് വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീതുവിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ വന്നിട്ട് ചോദിച്ചു, നീ ഇതെന്തെടുക്കുവാടി? എപ്പോൾ നോക്കിയാലും ഇവൾക്ക് ഫോണിനകത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമുള്ളല്ലോ, വേറൊന്നിനും സമയമില്ല. എന്ത് പരിപാടിയാടി നീ കാണിക്കുന്നേ? നിനക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത അങ്ങോട്ട് പറയണം. അപ്പോഴേക്കും നീതു പറഞ്ഞു, അമ്മയൊന്ന് പോകുന്നുണ്ടോ? എന്തിന്? ഞാൻ എങ്ങോട്ട് പോകാനായിട്ടാ? മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോടി അവിടുന്ന്. ആ തുണിയൊക്കെ കഴുകാൻ പറഞ്ഞിട്ട് അവൾക്ക് അതിനൊന്നും സമയമില്ല. അവൾക്ക് ഫോണിൽ കളിച്ചോണ്ടിരിക്കാനുള്ള സമയമുള്ളൂ. എത്ര പറഞ്ഞാലും തലയിലേക്കും കയറത്തില്ല. എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത അങ്ങോട്ട് പറയണം. അപ്പോഴേക്കും നീതുവിന് സങ്കടമായി. ഒരു വിധത്തിൽ ഒരു മെസ്സേജ് അയക്കാനായിട്ട് ഒരുങ്ങിയതാണ്. ആ സമയത്ത് ഹരീഷിൻ്റെ ഇതിലേക്ക് വണ്ടി നന്നാക്കാനായിട്ട് ഒരാളും കൂടെ വന്നു. അപ്പോഴേക്കും പിന്നെ ഹരീഷിനും പിന്നെ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ പറ്റിയില്ല. നീതുവിനും ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും നീതുവിന് സന്തോഷമുണ്ടായിരുന്നു. തനിക്കൊരു മെസ്സേജ് വന്നല്ലോ എന്നൊക്കെ ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു. രക്ഷപ്പെട്ടെന്നൊരു ചിന്ത. ഈ സമയം നിധി വീട്ടിലേക്ക് വന്നു. നിധിയെ കാത്ത് സുഭാഷും നികേഷും ഒക്കെ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ കോർട്ടിൽ പോയിട്ട്? അതെ, പെട്ടെന്നൊന്നും അങ്ങനെ ആകത്തില്ല സുഭാഷ് ചേട്ടാ, 5-6 മാസം പിടിക്കും. അതിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം 5-6 മാസം കഴിയുമ്പോഴത്തേനും നിധി ഇവിടുന്ന് പോകുമല്ലോ എന്നൊരു ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.